മോഹൻലാൽ എന്ന നടനെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു നായക നടൻ അല്ലെങ്കിൽ ലാലേട്ടൻ. അന്ന് മോഹൻലാലിലെ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടൊരു കോമഡി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊന്നും പല സംവിധായകർക്കും ധൈര്യമില്ലായിരുന്നു. മുകേഷ് മോഹൻലാലിയുടെ സിനിമകൾ, അതിൽ ബോയിങ് സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് ശങ്കറിനൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. പിന്നെ ശങ്കർ നല്ല തിരക്കുള്ളത് കൊണ്ടാണ് തോന്നുന്നു മോഹൻലാലും മുകേഷും ചെയ്തത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു കോമഡി, അദ്ദേഹത്തിനൊരു കോമിക് ടൈമിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഹാസ്യം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടുതൽ തെളിയിച്ചിട്ടുള്ളത് പ്രിയദർശൻ തന്നെയാണ്. മോഹൻലാൽ എന്ന നടനെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു നായക നടൻ അല്ലെങ്കിൽ ലാലേട്ടൻ, ഇതൊക്കെ ആക്കി മാറ്റിയ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരവായിരിക്കും. പക്ഷെ ഞാൻ പറയും അത് പ്രിയദർശനാണ്. കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം, പറയൂ മൃദുമീ എന്തു പകരം തരും. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക. അതിന് കാരണമുണ്ട്. കാരണം മോഹൻലാൽ എന്ന വ്യക്തിയെ ഇത്ര അടുത്തറിയാവുന്ന ഒരു സുഹൃത്തും കൂടിയാണ് പ്രിയദർശൻ. നമുക്കറിയാം, അവർ ചെറുപ്പം മുതലേ ഉള്ള സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് സിനിമാ മോഹവുമായി നടന്നിരുന്നവരാണ്. മദ്രാസിൽ പോയതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചാൻസ് അന്വേഷിച്ച് നടന്നു. ആ കൂട്ടത്തിൽ ആദ്യമായിട്ട് സിനിമയിലെത്തി ഒരു നടനായി മാറി, ഒരു സിനിമാ താരമായി മാറിയ ആൾ മോഹൻലാലാണ്. അന്ന് മോഹൻലാലിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നവരായിരുന്നു പ്രിയദർശനും പിന്നീട് നിർമ്മാതാവ് സുരേഷ് കുമാറും എല്ലാവരും. തിരുനോട്ടം എന്നൊരു സിനിമ ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ആദ്യം കോളേജ് കാലഘട്ടത്തിൽ സംഭവിച്ചു. പക്ഷേ ആ സിനിമ അന്ന് വെളിച്ചം കണ്ടില്ല. പിന്നീട് മോഹൻലാലിൻ്റെ കൂടെ സിനിമാ ലൊക്കേഷനുകളിലൊക്കെ സഞ്ചരിച്ചു. പ്രിയദർശൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കൂടി. പ്രിയദർശൻ ഒരുപാട് സിനിമകൾക്ക് പേര് വെച്ചും പേര് വയ്ക്കാതെയൊക്കെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. പ്രിയദർശൻ തിരക്കഥ എഴുതിയ പല സിനിമകളും അതിൽ മോഹൻലാൽ തന്നെയായിരുന്നു അഭിനയിച്ചത്. കൂടുതൽ സിനിമകളൊന്നും സംവിധാനം ചെയ്തിരുന്നത് എം മണി അഥവാ അരോമ മണിയായിരുന്നു. ആ ഒരു സമയത്താണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ഒരു സിനിമ, ആ ഒരു സിനിമയോടുകൂടി പ്രിയദർശൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണത്. അന്ന് ആ ഒരു സിനിമയുടെ ആലോചനയൊക്കെ നടക്കുമ്പോൾ അന്ന് പ്രിയദർശൻ്റെ മനസ്സിൽ 3 നായകന്മാർ. അന്നത്തെ ടോപ്പ് ഹീറോ ആയ ശങ്കർ, പിന്നെ മമ്മൂട്ടി, പിന്നെ മോഹൻലാൽ. അന്ന് മമ്മൂട്ടീനെയും ശങ്കറിനെയും വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ അന്ന് ഒരു അറിയപ്പെടുന്ന നായക നടനല്ല. മോഹൻലാൽ അന്ന് കൂടുതലും വില്ലൻ വേഷങ്ങളും അല്ലെങ്കിൽ അനിയൻ വേഷങ്ങൾ, ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നതാണ്. കൂടുതൽ താരമൂല്യം അന്ന് ശങ്കർക്കാണ്, പിന്നെ മമ്മൂട്ടിക്കാണ്. പക്ഷേ പ്രിയദർശൻ്റെ സ്ക്രിപ്റ്റ് പറയാനായിട്ട് പ്രിയദർശൻ മമ്മൂട്ടി എടുത്ത് ചെല്ലുന്നു. മമ്മൂട്ടി പക്ഷെ അന്ന് നോ ആണ് പറഞ്ഞത്. മമ്മൂട്ടി തമാശ രൂപേണ പറഞ്ഞു, നീ സംവിധാനം പഠിച്ചിട്ട് വാ. ഇവരത്ര സുഹൃത്തുക്കളാണ്. കാരണം അന്ന് മമ്മൂട്ടിയുടെ മുറിയിൽ സ്ഥിരമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ആളുകളായിരുന്നു പ്രിയദർശനും ശ്രീനിവാസനും എന്നൊക്കെ മമ്മൂട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മമ്മൂട്ടി പ്രിയദർശനോട് നോയാണ് പറഞ്ഞത്. ഒരു പക്ഷേ പ്രിയദർശനിൽ കോൺഫിഡൻസ് മമ്മൂട്ടിക്ക് ഇല്ലായിരിക്കാം. എന്തായാലും മോഹൻലാൽ ആ ഒരു സിനിമയുടെ ഭാഗമാവും എന്ന് പ്രിയദർശന് ഉറപ്പായിരുന്നു. പിന്നീട് ശങ്കറും ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ശങ്കറും ഡേറ്റ് കൊടുത്തു. മമ്മൂട്ടിക്ക് വെച്ചിരുന്ന ആ ഒരു വേഷം പിന്നീട് ചെയ്തത് MG സോമനാണ്. MG സോമൻ ഇവരെക്കാട്ടൊക്കെ സീനിയേഴ്സാണ്. എന്നിട്ടും MG സോമൻ ഡേറ്റ് കൊടുത്തു. MG സോമന് വേണ്ടി കുറച്ച് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങളൊക്കെ പ്രിയദർശൻ വരുത്തിയിട്ടുണ്ട്. പൂച്ചക്കൊരു മൂക്കുത്തി സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഇവരുടെ തന്നെ സുഹൃത്തുക്കളായ സുരേഷ് കുമാറും സനൽകുമാറുമാണ്. പക്ഷേ അന്ന് ഇവരുടെ കയ്യിൽ ഫണ്ടൊന്നുമില്ല. ഇവർ പലയിടത്തുനിന്നും ഫണ്ടൊക്കെ മറച്ചിട്ടൊക്കെയാണ് ആ ഒരു സിനിമ ചെയ്തു തുടങ്ങിയത്. പക്ഷേ ആ സിനിമ കുറേ മാസങ്ങളെടുത്തു. ഷൂട്ട് തുടങ്ങുന്നു, ഷെഡ്യൂളാവുന്നു, ഫണ്ട് വരുന്നു, പിന്നെയും തുടങ്ങുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് സത്യൻ അന്തിക്കാടും അപ്പുറത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. സത്യൻ അന്തിക്കാടും പ്രിയദർശനും അവരും സുഹൃത്തുക്കളാണ്. തമാശ രൂപേണ പ്രിയദർശൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിയദർശനും സത്യൻ അന്തിക്കാടും മോഹൻലാലും കൂടി ഒരു മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ മോഹൻലാൽ അന്ന് സ്ഥിരമായിട്ട് മമ്മൂട്ടിയുടെയൊക്കെ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വില്ലനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ രക്ഷപ്പെട്ടാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെടുമെന്ന് സത്യൻ അന്തിക്കാടും പ്രിയദർശൻ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോഹൻലാലിനെ നായകനാക്കി തന്നെയാണ് പ്രിയദർശൻ സിനിമ തുടങ്ങിയത്. ഇതേ സമയത്താണ് സത്യൻ അന്തിക്കാട് അപ്പുണ്ണി എന്നൊരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. സത്യൻ അന്തിക്കാടിൻ അതിനു മുമ്പ് കുറുക്കൻ്റെ കല്യാണം എന്നൊരു സിനിമ, പിന്നെ അതുപോലെ 1-2 സിനിമകൾ, കിന്നാരം, എല്ലാത്തിലും നെടുമുടി വേണു അല്ലെങ്കിൽ സുകുമാരൻ ഇവരൊക്കെ ആയിരുന്നു നായകന്മാർ. അതിൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ ഒരു സീൻ, 1-2 സീനിലേ ഉള്ളൂ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഇവർ തമ്മിൽ, സത്യൻ അന്തിക്കാടും മോഹൻലാൽ തമ്മിൽ വലിയ ആത്മബന്ധമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് അപ്പുണ്ണി എന്നൊരു സിനിമയുടെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് നെടുമുടി വേണുവാണ് അതിലെ പ്രധാന കഥാപാത്രം. മേനകയാണ്. VKൻ്റെ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ ചെയ്യുന്നത്.
അന്ന് അതിലൊരു മാഷിൻ്റെ ഒരു ക്യാരക്ടർ വേണം, ഒരു കണ്ടാൽ ഒരു പാവത്താൻ എന്നാൽ ഒരു 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 പൊട്ടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു സ്വഭാവമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്, ഒരു സ്കൂൾ മാഷാണ്. അപ്പോൾ കുറച്ച് കുസൃതി നിറഞ്ഞ ഒരു ലുക്കായിരിക്കണം. അന്ന് സുകുമാരിയാണ് അന്ന് സജസ്റ്റ് ചെയ്തത് മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യാൻ. പക്ഷെ സത്യനന്ദിക്കാടിൻ്റെ മനസ്സിൽ അന്ന് മോഹൻലാൽ ഇല്ലായിരുന്നു. പക്ഷെ സുകുമാരി പറഞ്ഞു, ഇപ്പോൾ പ്രിയദർശൻ്റെ ഒരു സിനിമ പൂച്ചക്കുരു മൂക്കുത്തി തുടങ്ങി, ഞാൻ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, നല്ല ടൈമിംഗ് ഉള്ളതാണ്. അന്ന് മോഹൻലാലിലെ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടൊരു കോമഡി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊന്നും പല സംവിധായകർക്കും ധൈര്യമില്ലായിരുന്നു. നമ്മളിന്ന് പഴയ സിനിമകൾ 80 മുതൽ 84 കാലഘട്ടങ്ങളിൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ സ്റ്റൈലുള്ള വില്ലൻ വേഷങ്ങൾ, അതിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ഐ.വി. ശശിയുടെ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൂടുതലും സീരിയസ് റോളുകളായിരുന്നു. അന്ന് പ്രിയദർശൻ ആ ഒരു ധൈര്യം ചെയ്ത് പൂച്ചക്കുരു മൂക്കുത്തിൽ കാസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കാം സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലോട്ടും ആ ഒരു അവസരം ലഭിക്കുന്നത്. അങ്ങനെ അപ്പുണ്ണി എന്നൊരു സിനിമ ചെയ്തു, അപ്പുണ്ണിയും വിജയിച്ചു, മോഹൻലാലും അതിൽ നല്ല ഒരു പേര് കിട്ടി. പക്ഷെ അതിലെ ഒരു നായകൻ എന്ന് പറയുന്നതും അവസാനം നായികനെ കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ കയ്യടി കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം നെടുമുടി വേണു തന്നെയാണ്. പക്ഷേ മോഹൻലാലും ആ സിനിമ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു പൂച്ചക്കുരു മൂക്കുത്തി. 2 സിനിമയും 84-ലാണ് അപ്പുണ്ണിയും പൂച്ചക്കുരു മൂക്കുത്തിയും റിലീസ് ആവുന്നത്. പൂച്ചക്കുരു മൂക്കുത്തി അന്ന് വരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ആയിരുന്നു. നമ്മൾ ഇന്ന് ഒരു നോൺ ലീനിയർ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പാറ്റേൺ ആയിരുന്നു അതിൽ പ്രിയദർശൻ പരീക്ഷിച്ചിരുന്നത്. 3 ഹീറോസ് ഉണ്ട്. ആ ഒരു സിനിമയുടെയും ക്ലൈമാക്സ് നായികനെ കൊണ്ടുപോകുന്നത് ശങ്കറാണ്. എങ്കിലും മോഹൻലാലിൻ്റെ ഒരു കോമഡി സീൻസും എല്ലാം അതിൽ ആളുകൾ കണ്ടു, കൈയടിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പ്രിയദർശൻ കുറേ സിനിമകൾ ചെയ്തു. നമ്മൾ മോഹൻലാലിൻ്റെ ഈ അടുത്ത് MTയുടെ കുറേ കഥകളൊക്കെ ചേർത്ത് സിനിമകൾ ചെയ്ത് അത് ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 35ഓളം സിനിമകൾ, കൃത്യമായിട്ട് ഒരു എണ്ണം എനിക്ക് ഓർമ്മയില്ലെങ്കിലും 30-ൽ പരം സിനിമകൾ പ്രിയദർശൻ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും വിജയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പ്രിയദർശൻ്റെ ഭൂരിഭാഗം സിനിമകളിലും നായകൻ മോഹൻലാൽ തന്നെയാണ്. പ്രിയദർശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രിയദർശൻ ഇല്ലെങ്കിലും മോഹൻലാൽ സിനിമയിൽ എത്തുമായിരുന്നു, മോഹൻലാൽ സ്റ്റാർ ആകുമായിരുന്നു. പക്ഷെ മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ പ്രിയദർശൻ ഒരിക്കലും ഒരു അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറില്ലായിരുന്നു എന്നുള്ളത്. അത് ഒരു പ്രിയദർശൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു കോമഡി, അദ്ദേഹത്തിനൊരു കോമിക് ടൈമിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഹാസ്യം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടുതൽ തെളിയിച്ചിട്ടുള്ളത് പ്രിയദർശൻ തന്നെയാണ്. അല്ല അതെ, നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ മണി എത്ര? 3. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. അല്ല നമ്മളൊരു സ്ഥലത്ത് പോകുന്ന കറക്റ്റ് ആയിട്ട് പോയില്ല. അഴിക്കാൻ പാടില്ല, നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. എവിടെ കിടന്ന് ഓടുന്ന? അല്ല പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ? അവിടെ ക്ഷേത്രത്തിലെ ദേവി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല പിന്നെ ഒരു കാര്യം, അതെ ഈ ദേവി വളരെ ശക്തിയുള്ളതാണോ? ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ടായേ, ഭക്തി ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ്. പോയിട്ട് കാശ് പിടിക്കാൻ വന്നാൽ കൈ നിൽക്കുന്നുണ്ട്. അല്ല അതെ, ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ. താളവട്ടം സിനിമയിൽ ഇമോഷൻസും ചെയ്യുന്നുണ്ട് മോഹൻലാൽ, പക്ഷെ കോമഡി ഉണ്ട്. പിന്നെ ശങ്കറുമായിട്ട് മോഹൻലാലും ശങ്കറും കൂടിയുള്ള ഒരുപാട് സിനിമകളുണ്ട്. മുകേഷും മോഹൻലാലിയുടെ സിനിമകൾ, അതിൽ ബോയിങ് സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് ശങ്കറിനൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. പിന്നെ ശങ്കർ നല്ല തിരക്കുള്ളത് കൊണ്ടാണ് തോന്നുന്നു മോഹൻലാലും മുകേഷും ചെയ്തത്. ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലും ശങ്കറും, അല്ലെങ്കിൽ ശങ്കറിനെ ആയിരുന്നു അതിൽ ലീഡ് റോൾ. എന്തായാലും മാറിയും പറഞ്ഞത് മോഹൻലാൽ തന്നെയാണ് അതിൽ നായിക വേഷം ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താളവട്ടമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ 86 ആ വർഷം തന്നെയാണ് രാജാവിൻ്റെ മകനും സംഭവിക്കുന്നത്. തമ്പിങ്ങാണന്താനം എന്ന സംവിധായകൻ മോഹൻലാലിനെ വെച്ച് 8-9 സിനിമകൾ ചെയ്തു. രാജാവിൻ്റെ മകനും വഴിയോര കാഴ്ചകളും മുതൽ ഒന്നാമൻ വരെയുള്ള സിനിമകൾ ചെയ്തത് എല്ലാം ആക്ഷൻ ഓറിയന്റഡ് സിനിമകളാണ്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും, ഒന്നാമനെ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും, മാന്ത്രികം വരെയുള്ള സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് തന്നെയാണ്. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വായന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുനുകരും. ഇതെന്തൊരു ശല്യ.
സിബി മലയിൽ എന്ന സംവിധായകൻ മോഹൻലാലിനെ വെച്ച് ദൂരെ ദൂരെ കൂടുകൂട്ടാം എന്ന സിനിമ സംഭവിക്കുന്നു. പിന്നെ ദശരഥം, കിരീടം, അവിടെ മുതൽ നമുക്കറിയാം സമ്മറിൻ ബദൽഹേം, ദേവദൂതൻ, ഫ്ലാഷ് വരെയുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കിരീടവും ഭരതവും ഹിസൈനസ് അബ്ദുള്ളയൊക്കെ നമ്മൾ ഇന്നും ഓർക്കുന്ന സിനിമകളാണ്. മോഹൻലാലിന് ദേശീയ അവാർഡ് വരെ ആദ്യമായിട്ടും കിരീടത്തിന് ആദ്യമായിട്ടൊരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഭരതം എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. അതുപോലെ തന്നെ ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ വലിയൊരു കാരണം തന്നെയാണ്. സത്യനാന്തിക്കാണ്ട സിനിമകളാണെങ്കിലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും മുതൽ ഇപ്പോഴാണെങ്കിൽ ഹൃദയപൂർവ്വം വേറെയുള്ള സിനിമകളാണെങ്കിലും മോഹൻലാലിൻ്റെ സിനിമകളും ഭൂരിഭാഗം സിനിമകളും വിജയിച്ചിട്ടുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ സത്യനാന്തിക്കാണ്ട സിനിമകൾ നമ്മൾ മോഹൻലാലിനെ കാണുന്നത് വേറൊരു തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു തൊഴിൽ രഹിതനായ അല്ലെങ്കിൽ കുറച്ച് നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരൻ്റെ റോളുകൾ, അത്തരത്തിലുള്ള റോളുകളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൽ കോമഡിയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിബി മലയിലിൻ്റെ കൂടുതൽ ഇമോഷൻ സിനിമകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമ്പി കാണുതാനത്തിൻ്റെ സിനിമകളാണെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകളാണ്. പിന്നീട് 2000-ന് ശേഷം ഷാജി കൈലാസിൻ്റെ സിനിമകൾ, രഞ്ജിത്തിൻ്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോസ് സിനിമകളാണ്. അത് നരസിംഹമൊക്കെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത്തരത്തിലുള്ള സിനിമകൾ വന്ന് പിന്നീട് കുറേ വിമർശനങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് സിനിമകൾ കൂടുതൽ ചെയ്തത് പ്രിയദർശനായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി പ്രിയദർശനായതുകൊണ്ട് പ്രിയദർശൻ ഇല്ലായിരുന്നെങ്കിൽ മോഹൻലാൽ ഇന്ന് ഒരു സൂപ്പർ സ്റ്റാർ ആകുമായിരിക്കാം, രാജാവിൻ്റെ മകനും സിബി മലയിലെ സിനിമകളൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഓർക്കുന്ന മോഹൻലാലിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു 10 കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രായഭേദമന്യേ ഏതൊരു ഏതൊരു വ്യക്തിയുടെ അടുത്തും സിനിമ ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കിലുക്കമുണ്ടാവും, അതിൽ ചിത്രമുണ്ടാവും, താളവട്ടമുണ്ടാവും, തേന്മാവിൽ കൊമ്പത്തുണ്ടാവും, ചന്ദ്രലേഖ ഉണ്ടാവും. നമ്മളിന്നും റിപ്പീറ്റായിട്ട് കാണുന്ന മോഹൻലാലിൻ്റെ കോമഡി സീൻസ്, നമ്മൾ മോഹൻലാൽ കോമഡി സീൻസ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിലായിരുന്നു ഏറ്റവും കൂടുതൽ വരുന്ന ഒരു 10 7 പ്രിയദർശൻ്റെ സിനിമകളായിരിക്കും. പിന്നെ പ്രിയദർശൻ്റെ സിനിമകൾ, പല സിനിമകളും പ്രിയദർശൻ തന്നെ ലൊക്കേഷനിലിരുന്ന് എഴുതിയിട്ടുള്ളതാണ്. പല സിനിമകളിലും റൈറ്റേഴ്സിൻ്റെ പേരുകൾ ശ്രീനിവാസൻ ഉണ്ടാവാം, ടി ദാമോദരനായിരിക്കാം, വേണുനാഗവള്ളി ആയിരിക്കാം. പലവരും പ്രിയദർശന സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്രിയദർശൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ട്. പല സിനിമകളും മോഹൻലാലിൻ്റെ ചില എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ മോഹൻലാൽ പറയുന്ന ചില ഡയലോഗുകൾ കണ്ടാൽ നമുക്കറിയാം അതൊരിക്കലും സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല. അത് മോഹൻലാൽ കയ്യിൽ നിന്ന് ഇട്ടതാണ്. പക്ഷേ അതിൽ പ്രിയദർശൻ പറഞ്ഞുകൊടുത്ത് മോഹൻലാൽ അത് ഇംപ്രൂവൈസ് ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വന്ദനത്തിലെ സീൻസ് ആയാലും ഒക്കെ അത്തരത്തിലുള്ള പ്രിയദർശൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രിയദർശൻ ഇല്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം.